രാത്രി 1:30 മണിക്ക് പ്ലെയിനിൽ കയറി രാവിലെ 7:00 കോഴിക്കോട് ഇറങ്ങി അങ്ങനെ വരികയാണ്. സംഗതി പറഞ്ഞാൽ ഇപ്പം എൻ്റെ കാല് നോക്കിയാൽ കാണാം, കാല് വീങ്ങി തടിച്ചു ഉയർന്നിട്ടുണ്ട്, നീര് വന്നിട്ട് കാല് താഴ്ത്തി ഇരിക്കുകയും നിൽക്കുകയും ചെയ്തിട്ട് 1:30 മണിക്ക് പ്ലെയിനിൽ കയറിയാൽ സുബഹി നിസ്കാരം പ്ലെയിനിലായി പോകും. അത് വലിയ പേടിയാണല്ലോ. അതുകൊണ്ട് പ്ലെയിനിൽ ഇരുന്നിട്ട് പോലും ഉറങ്ങിയതുമില്ല. കാരണം ഒതു മുറിഞ്ഞു പോയാൽ പിന്നെ ഒതുകൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ സുബഹി ആയോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനിങ്ങനെ ആയോ എന്നിങ്ങനെ പുറത്ത് നോക്കി ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അത് മെല്ലെ ഫജ്ർ സാദിക്ക് പോലും അതിന് കണ്ടപ്പോൾ പോയിട്ട് മെല്ലെ നിസ്കരിച്ച് അൽഹംദുലില്ലാഹ്. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. 33-34 കൊല്ലത്തോളമായി യാത്ര ചെയ്യുന്നു. സുബഹി നിസ്കാരം ജമാക്കാൻ പറ്റൂലല്ലോ. ഈ യാത്രയിൽ അൽഹംദുലില്ലാഹ് ചിലപ്പോഴൊക്കെ സുബഹിക്ക് പ്ലെയിനിൽ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഖിബലക്ക് തിരിഞ്ഞിട്ടും നിന്നിട്ടുമല്ലാതെ പ്ലെയിനിൽ നിന്ന് സുബഹി നിസ്കരിച്ചിട്ടില്ല. ഇന്ന് രാവിലെയും അങ്ങനെ തന്നെയാണ് നിസ്കരിച്ചത്. അത് മരിക്കുന്നവരെ ഏത് പ്ലെയിനിൽ പോയാലും നിസ്കാരം ഖളാആകാതെ നിസ്കരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്നും. ഞാൻ വന്ന പ്ലെയിനിൽ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്, ആരും നിസ്കരിക്കുന്നത് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പ്ലെയിന് ടിക്കറ്റ് എടുക്കുമ്പോൾ അധികം സുബഹി കൊടുക്കാത്ത ടിക്കറ്റ് എടുക്കണം. നിവൃത്തിയില്ലെങ്കിലേ സുബഹി കൊടുക്കുന്ന ടിക്കറ്റ് എടുക്കാവൂ. ഇനി അഥവാ അങ്ങനെ എടുത്ത്, ഞാനിപ്പോൾ അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് എടുത്തതാണ്, അല്ലെങ്കിൽ ഇവിടെ ഒന്നും എത്തൂല, അങ്ങനെ എടുത്തതാണ്. അങ്ങനെ എടുത്താലോ സുബഹി എന്തായാലും നിസ്കരിക്കണം, നിസ്കരിക്കാതെ യാത്ര ചെയ്യരുത് എന്ന് ഈ സമയത്ത് പ്രത്യേകിച്ച് യാത്ര പോകുന്ന ആളുകളോട് എല്ലാവരോടും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.